മശായിഖന്മാർ പറഞ്ഞ ഒന്നിനെയും സ്വീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായി. വെറുതെ പറയല്ല. നോക്കൂ നിങ്ങൾ, ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വലിയ കറാമത്ത് അന്നത്തെ പഴയകാലത്ത് തന്നെ ചർച്ച ചെയ്ത് വരികയാണ്. ആ ഒരു കറാമത്തും കൂടി ഞാൻ ഈ മാല മൗലൂദ് തള്ളിയ ഇവരുടെ കഥ പറഞ്ഞപ്പോൾ അതും കൂടി ചർച്ച ചെയ്യുകയാണ് നമ്മൾ. ഹുസൈൻ സലഫിയുടെ മിനിയാന്നത്തെ പ്രസംഗം ഉണ്ടാവുന്ന കേട്ടോക്കി നിങ്ങൾ. മുമ്പിൽ ഇവർ ഇളിഭ്യരായിക്കൊണ്ട് നടക്കുകയാണ്. മാത്രല്ല, മാലപ്പാട്ടുകളെ മുഴുവനും തള്ളേണ്ട ഗതികേടിലേക്കല്ലേ എത്തിയിട്ടുള്ളത്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ശരിയാണെന്ന് പറയാൻ പലർക്കും ധൈര്യമില്ല. അതുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ മുഹീദ്ദീൻ മാല തട്ടുകയാണ്. ആര്? ഹുസൈൻ സലഫിയല്ല, മുജാഹിദുകളല്ല. അവരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ ഇപ്പോ എല്ലാ മാലയും അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ ഇവരൊരു കറാമത്ത് പറയാറുണ്ട്. അതെന്താ? ഇഷ്ടപ്പെട്ട മുരീദിന്റെ റൂഹും കൊണ്ട് അസ്റായീൽ പറന്നുയർന്നപ്പോ അസ്റായീലിന്റെ കയ്യിൽ നിന്ന് റൂഹിന്റെ കൊട്ട തട്ടി തന്റെ ശിഷ്യന്റെ റൂഹ് തിരിച്ചു കൊടുത്ത ഒരു കഥ, കൊട്ട തട്ടിയ കഥ പറയുന്ന മുഹീദ്ദീൻ മാലയുണ്ട്. പേരോടത് അംഗീകരിക്കുന്നില്ല. അത് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് പേരോട് പറയുന്നത്. അതേപോലെ തന്നെ അലവി സഖാഫിയും അതാണ് പറയുന്നത്. ഇവിടെയുള്ള കർണാടകയിലെ സഖാഫികളും പലരും അത് തന്നെയാണ് പറയുന്നത്. അതേ അവസരത്തിൽ ആ വിശ്വാസം ഇവിടെ സമസ്തയുടെ സ്ഥാപക നേതാവായ, സമസ്തയുടെ ആദ്യകാല ജനറൽ സെക്രട്ടറി ആയിരുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയിട്ടുള്ള മാലപ്പാട്ടിലില്ലേ? അയാൾ എഴുതിയിട്ടുള്ള കുത്തുബിയത്തിലില്ലേ? എന്ത് ഈ കൊട്ട തട്ടിയ കഥ പറയണം നിങ്ങൾ മറുപടി. സഖാഫിമാർ ഈ സമൂഹത്തെ വഞ്ചിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ശരിക്കും പഠിച്ചോളി. ഞങ്ങളിത് വെറുതെ ആശയമായി പറയുന്നതല്ല. മാല മൗലിദുകളെ മുഴുവനും അംഗീകരിക്കുമെന്ന് പറയാൻ വസീല മശായിഖുവായുള്ള ബന്ധം അത് കിട്ടിയവർക്കേ നടക്കൂ എന്നുറപ്പ്. ഞങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കി, പുതിയ മുഹിയദ്ദീൻ മാല എന്ന പേരിലുള്ള മുഹിയദ്ദീൻ മാല അംഗീകരിക്കോ? നഫീസത്ത് മാല അംഗീകരിക്കോ? മഞ്ഞക്കുളം മാല അംഗീകരിക്കോ? മങ്കൂസ് മൗലിദ് അംഗീകരിക്കോ? അങ്ങനെ ചോദിക്കണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅ ചൊല്ലിപ്പോരുന്ന മാല മൗലിദുകൾ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വാദമല്ലേ സമസ്ത ഇവിടെ കൊണ്ടുവന്നത്. മാല മൗലിദുകൾ ചൊല്ലിക്കാത്തവനെ ഖതീബ് സ്ഥാനത്തിന് പറ്റൂല എന്നാണ് സമസ്തയുടെ പ്രമേയം. ഖാലിയാക്കാൻ പറ്റൂല. അങ്ങനെയാണ് ഇപ്പം എത്ര ഉണ്ടാവും പറ്റുന്നത് അല്ലേ? പരക്കൽ മുല്ലക്കോയത്തങ്ങളും കണ്ണിയത്തുസ്താദൊക്കെ പഠിപ്പിച്ച വഴി അതാണ്. അവർ മശായിഖുമായിട്ട് ബന്ധമുണ്ട്. നമ്മൾ കാണിച്ചെന്നില്ലേ ഇവിടെ? കെ ഉസ്താദ് മശായിഖിൻ്റെ അടുത്ത് പോയി എന്ന് മാത്രമല്ല, കെ ഉസ്താദിനോട് തുടർന്ന് വന്ന ചെറുശ്ശേരി ഉസ്താദ്, ഉമർ അലി ശിഹാബ് തങ്ങൾ, അവര് ഇന്നും ഹയാത്തിലുള്ള മശായിഖിന്റെ ഹദറത്തിൽ പോകുന്നത് നമ്മൾ കാണിച്ചു തന്നു. പോകുക മാത്രമല്ല, അവിടെ ഇരിക്കുന്നു, വഅദ് പറയുന്നു. കെ ഉസ്താദ് എന്ന് ഹയാത്തിലുണ്ട്. അവരാ ഹദറത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ പലരും പാടില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് പോകണം എന്ന ശംസുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരമാണ് അവരന്ന് അവരുടെ സമീപത്ത് പോകുന്നത്. ഇപ്പൊ വല്ല സംശയം എന്താ അറിയോ? ഫോണൊന്നും വ്യാപിക്കാത്ത കാലത്ത് അന്ന് എങ്ങനെ എത്ര ക്ലിയർ ആയ വീഡിയോ എടുത്തു വെച്ചു എന്നുള്ളതാണ്. അതല്ലേ ഓല കറാമത്ത്. നിങ്ങൾ വരാണ്ടിന്ന് ഓൽക്ക് നേരത്തെ അറിയാലോ. ഇത് വല്ലാത്തൊരു സംഭവമായല്ല. ഏടുന്ന അത്ര ക്ലിയർ ഉള്ള വീഡിയോ കിട്ടിയതാണ്. എന്നിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു സ്ഥലത്ത് വന്ന് ഞാൻ ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ, ഇനിയിപ്പോൾ ഇവരടുത്ത് എന്തൊക്കെ ഉള്ളത് അല്ലാഹു അഅലം, ശംസുൽ ഉലമൻ്റെ അടുത്ത് ഇരിക്കണമൊക്കെ ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറയുന്നു. സംശയിക്കണ്ട. അതുകൊണ്ട് ശംസുൽ ഉലമയുടെ കൂടെ ഇരിക്കുന്നതും അവരോടൊപ്പം കഴിയുന്നതൊക്കെ അതിൻ്റെ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോ തന്നെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇടാം. അല്ല, ഞങ്ങൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. എല്ലാ സംഗതിയും ഇവിടെ റെഡിയാണ്. മശായിഖിനെ അറിയാലോ നിങ്ങളിവിടെ വരാണ്ട് എന്നുള്ളത്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നവരുതുണ്ട്. ഇപ്പം ആരൊക്കെയാ വരുന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും വരവ് തുടരുകയാണല്ലോ.
അതൊക്കെ ഫുള്ളും രേഖപ്പെടുത്തപ്പെട്ടതാണ്. അങ്ങനെ നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പം മാലമൗലിദികളെ സ്ഥിരപ്പെടുത്താനാണ് ആര് വന്നത്? വരക്കൽ മുല്ലക്കോയത്തങ്ങളും കണ്ണിയത്ത് ഉസ്താദും കുത്തുബി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും എല്ലാവരും വന്ന്. നിങ്ങൾക്ക് എങ്ങനെ ഇത് പറ്റാതായി? എന്താ ഇപ്പം ഈ സംഭവം? എന്തിനാ നിഷേധിച്ചത്? ആരാ നിഷേധിച്ചത്? അപ്പം നാദാപുരം ഖണ്ഡനത്തിലൊക്കെ ഇത് നിഷേധിച്ചിനോ? നമ്മളന്നേ പറഞ്ഞ് നാദാപുരം ഖണ്ഡനം പരാജയമാണെന്ന് ഓരോ നേരെ മുഖത്തോക്കി പറഞ്ഞതാണ്. അതിപ്പോൾ നമ്മൾ അഭിമുഖം നടത്തിയോണ്ട് നിങ്ങൾ ചൂടാണ്ട, അഭിമുഖമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഉള്ള പോലെ പറയും. കാരണം ഒരാളിനോട് ചോദിക്കുക മുജാഹിദ് വലുതാവൂലേ? മുജാഹിദ് വലുതായതിനേക്കാൾ അപകടമാണോ നിങ്ങൾ വലുതാകുക എന്നുള്ളത്? ഏറ്റവും വലിയ വഹാബിങ്ങളല്ലേ? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇട്ട് പരിഹസിച്ച് അത്രയും തരം തായുന്ന അവസ്ഥയിലല്ലേ നിങ്ങളുള്ളത്? മശായിഖ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ലേ ഇവിടെ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഭവമായിരുന്നു അത്. പഴയ കാലത്ത് പേരോട് ആ സംഭവം പറയുന്നു കേട്ടോളി. സുന്നികൾക്ക് ഒരു മൊഹീദ്ദീൻ മാലമാണ്. ആ മാലയിൽ മാലപാടൽ കാഫറായി പോകുന്ന കാര്യമാണ്, ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. മൗലിദ് ഓതൽ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിങ്ങൾ നോക്കൂ, മൊഹീദ്ദീൻ മാലയിൽ പറയുന്നത് ഒരു ദിവസം അസ്റായീൽ അലൈഹിസ്സലാം ഒരാളുടെ റൂഹം പിടിച്ചു പോവേ. അങ്ങനെ ആത്മാവ് പിടിച്ചു പോകുമ്പോ ആ കൂട്ടത്തിൽ ഒന്ന് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദ്, മുഹീദ്ദീൻ ശൈഖിന്റെ ശിഷ്യന്റെ റൂഹുണ്ട്. ആ റൂഹും കൊണ്ടാ പോകുന്നത്. അപ്പൊ അത് മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദിന്റെ റൂഹാണ്. അതുകൊണ്ട് അത് പിടിച്ചോണ്ട് പോയാൽ പറ്റില്ല, എനിക്ക് തരണമെന്ന് പറഞ്ഞു മുഹീദ്ദീൻ ശൈഖ്. അപ്പൊ അസ്റായീൽ അങ്ങനെ തരാനും പറ്റില്ല. മുഹീദ്ദീൻ ശൈഖ് ചെയ്തു, അസ്റായീലിന്റെ കൊട്ടക്കൊരൊറ്റ തട്ടു കിട്ടിയപ്പോ ആ കൊട്ടയിൽ അസ്റായീൽ പിടിച്ചിട്ട് എല്ലാ റൂഹും പറന്നുപോയി. ഒറ്റ ഒന്നിന് ചോദിച്ചിട്ട് കൊടുക്കാത്തോണ്ട് എല്ലാം നന്നായി അസ്റായീൽ പോയി. ഈ സംഭവം പറഞ്ഞിട്ട് അയാൾ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയോ? അതിന്റെ ബാക്കിയിൽ പറയുന്നുണ്ട്, ഇതേതോ കള്ളത്തൊരീക്കത്തുകാർ എഴുതിണ്ടാക്കിയതാണ് എന്നാണ്. അന്നുകൊണ്ട് ഈ അസുഖം നേരെ കള്ളത്തൊരീക്കത്ത് ഇതാണ്. കേട്ടോളൂ, ആ ഭാഗം സലഫിന്റെ ഇടുന്ന ഭാഗങ്ങളാണ്. അടുത്ത് വെച്ച് നമ്മുടെ വീടുകളിൽ ചൊല്ലി വരാറുള്ള ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല. ഇത് പച്ചക്കള്ളം മൗലവിമാര് പറയുകയാണ്. ഇതാ മുഹീദ്ദീൻമാരിൽ ഇങ്ങനെ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുഹീദ്ദീൻ ശൈഖ് മോഹനിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കുന്ന ചില കള്ളത്തരീക്കത്തുകാരുണ്ട്. ഞങ്ങൾ ഖാദിരിയ തരീക്കത്താണ് എന്നും പറഞ്ഞിട്ട് മുഹീദ്ദീൻ ശൈഖിന്റെ ആളാണ് എന്നും പറഞ്ഞിട്ട് കള്ളത്തരീക്കത്തുമായി നടക്കുന്ന ഒരുപാട് പുത്തൻവാദികൾ. അത്തരം കള്ളത്തരീക്കാത്തുകാർക്കെതിരെ ഈ പാവപ്പെട്ട ഞാൻ തന്നെ പാറക്കടവിലും ചെക്കിയാടും അതുപോലെ കലാച്ചിയിലും നാദാപുരത്തും എല്ലാ സ്ഥലത്തും കള്ളത്തൊരീക്കത്തുകാർക്ക് പ്രസംഗിച്ചത് നിങ്ങൾക്കൊക്കെ അറിയാം. അതിന്റെ കേസറ്റുകളും ധാരാളം കൊണ്ട് ലോകമൊട്ടാകെ പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ കള്ളത്തൊരീക്കത്തുകാരായ ആളുകൾ പല പാട്ടുകളും ഉണ്ടാക്കിയിട്ടുണ്ട്. അവരെ പാട്ടുകളിൽ ഒരുപാട് അബദ്ധങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ ഏതോ ഒരു തമിഴൻ മാലുണ്ടാക്കി. ആ മാലയിൽ ഇങ്ങനെ ഉണ്ട്. ആണോ? ഏതോ ഒരു തമിഴൻ ഒരു മാല ഉണ്ടാക്കിയതാണ്. വേറൊരു സ്ഥലത്ത് ഒരു അണ്ണൻ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. മുഹീദ്ദീൻ മാലയെ കുറിച്ച്, പുതിയ മുഹീദ്ദീൻ മാലയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലാതെ കള്ളത്തൊരീക്കത്തുകാരൻ ഉണ്ടാക്കിയതാണ് എന്നാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി അതിൻ്റെ അടിത്തറ ഞാൻ പറയാം. ഈ ചോദ്യം നെല്ലിക്കുത്ത് ഉസ്താദിനോട് വരികയാണ്. മൂപ്പരേന് മറുപടി പറയാണ്, ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ നിന്ന് വിശ്വസിക്കുന്നതിന് എന്താണ് കുഴപ്പം? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ഫതാവയിൽ നിന്ന് വായിച്ചുകൊണ്ട് സലഫി അക്കാര്യം പറയുന്നു കേട്ടോളൂ. ഇതിൽ പറയുന്ന ആശയം ശരിയല്ല എന്നല്ല ഇയാൾ പറയണത്. ആശയം ശരിയാണെന്ന് ആര് പറയണത്? നെല്ലിക്കുത്ത് പറയണത് കേട്ടോളൂ. ചോദ്യം, ഇത് മൂപ്പരോട് ചോദ്യം ഉത്തരവാണ്. ചോദ്യം, മുഹീദ്ദീൻ മാലയിൽ വലിയ ഒരു ഖാദിം മൗത്തായ നേരത്ത് എന്ന് തുടങ്ങുന്ന വരികളിൽ മരണപ്പെട്ട ഒരു ഖാദിമിന്റെ റൂഹ് ശൈഖ് അവറുകൾ അസ്റായീലിനോട് പിടിച്ചു പറിച്ചു എന്നും
അസ്റായീൽ അല്ലാഹുവിന്റെ സന്നിധിയിൽ പരാതി ബോധിപ്പിച്ചുവെന്നും കാണുന്നു. ഇത് വിശ്വസനീയമാണോ? നെല്ലിക്കുത്തിനോടുള്ള ചോദ്യം. ഉത്തരം, ഇന്നത്തെ മുഹീദ്ദീൻ മാലയിൽ ഈ വരികൾ ഇല്ല എന്ന് പറഞ്ഞാല് ഇവരുടെ പഴയ മുഹീദ്ദീൻ മാലയില്ല. ഇതാരുടെയോ സൃഷ്ടിയാണ്, ഇതാരോ ഉണ്ടാക്കിയതാണ്. ശരി, അതിന് നമുക്കും തർക്കമല്ല. ആരോ ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കിയ ആളെ പേരും ഞാൻ പറഞ്ഞു, കൊല്ലവും പറഞ്ഞു. ഇതിൽ ആശയത്തിന് തകരാറുണ്ടോ? കേട്ടോളി. ഇതിൽ അവിശ്വസനീയമായി ഒന്നുമില്ല. ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, വിശ്വസനീയമായിട്ടൊന്നുമില്ല എന്നല്ലോ, അവിശ്വസനീയമായി ഒന്നുമില്ല. എന്താ അതിന് ഇത്ര കുഴപ്പം മൂപ്പര് വയ്ക്കണം? കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് അള്ളാഹുവിന്റെ ഔലിയാവും സജ്ജനങ്ങളായ അടിമകളും മലക്കുകളെക്കാൾ ശ്രേഷ്ഠരാണ്. നല്ല മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ഖാദി മുഹമ്മദ് തങ്ങളുടെ മൗലിദിലില്ല. പിന്നെ ആരാണ്ടാക്കിയെന്നൊക്കെ ഞാൻ പോലെ ബുക്കിൽ തന്നെ കാണിച്ചു തരാം. അവിടുത്തെ വിഷയം നെല്ലിക്കുത്ത് ഉസ്താദ് അതിനെ സ്ഥിരപ്പെടുത്തുകയാണ്, പിന്നെ പേരോട് അതിനെ തള്ളുകയാണ്. ഇനി ഇവർ സുന്നി എന്ന് പറയുന്നവർക്ക് ഇവരെ കുറിച്ചൊന്ന് ബോധമാണല്ലോ. ഇവരെ പേരിൽ പോയാൽ എവിടെ എത്തുക? മാലിക്കുൽ മുലൂക്ക് നിഷേധിച്ചതും മുദബ്ബിറുൽ ആലം കുഫറാക്കിയതും ഒക്കെ ഉണ്ട്. വസീല തള്ളിയത് മുതൽ പറ്റിയ അബദ്ധങ്ങളുടെ പരമ്പരകൾ. അതിൽ പറഞ്ഞ ഒരു സംഭവം, തഫ്രീജുൽ ഖാത്തിർ പോലെയുള്ള കിതാബിലുള്ള ഈ സംഭവം അതിനെ നിഷേധിച്ച്, ഇനി ഇതേ വിഷയം നമ്മളൊക്കെ ഈ ആദർശ മുന്നേറ്റത്ത് വരുന്ന സമയത്തും നിഷേധം വന്നിട്ടുണ്ട്. അലവി സഖാഫിനോട് ഒരു ഓൺലൈൻ മുഖാമുഖത്തിൽ ഈ ചോദ്യം വന്നു. അന്ന് ആ ചോദ്യത്തിന് അലവി സഖാഫി ഈ മാലയെ തന്നെ തള്ളുന്നു. നോക്കൂ, നിങ്ങൾ വെച്ചു കൊടുക്കും. മാത്രം പറഞ്ഞാൽ സംഭവം പെട്ടെന്ന് തീരും. സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല രസമായിരുന്നു. സമയം ഇങ്ങനെ പറഞ്ഞു പോണത് 11:30 മണിയായി. അതുകൊണ്ടാണ് എന്റെ ചോദ്യം കേട്ടാലല്ലേ ഞാൻ പറഞ്ഞത് എന്താ നിങ്ങൾ പറയുന്നതും അതിന്റെ അപ്പുറം എനിക്കറിയാം. ഒരു മിനിറ്റ് കാത്തുന്നൂടെ? അര മിനിറ്റ് വേണ്ടി കാക്കാം. ഒരു മിനിറ്റ്. അപ്പൊ പിന്നെ അസ്രായേലിനോട് അവസാനം കൊട്ട തട്ടി അപ്പൊ റൂൾ പോയി. അതല്ലേ ആ റൂൾ പോയി, കൊട്ട തട്ടി റൂൾ പോയി. ഇനി പറയും. ഇത് പുതിയ മുഹ്യിദ്ദീൻ മാല എന്ന് പറയുന്ന മുഹ്യിദ്ദീൻ മാലയിലുള്ളതാണ്. ഖാദി മുഹമ്മദ് രചിച്ച മുഹ്യിദ്ദീൻ മാലയിൽ ഉള്ളതല്ല. ഞാൻ പറയട്ടെ, ഖാദി മുഹമ്മദ് രചിച്ച മുഹ്യിദ്ദീൻ മാലയിൽ ഉള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞിട്ടില്ല ഖാദി മുഹമ്മദ് രചിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടുത്തെ മുഖാമുഖത്തിൽ ഖാദി മുഹമ്മദ് രചിച്ച മുഖാമുഖത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. അതിനാണ് ഞാൻ ആമുഖം പറയുന്നത്. എന്റെ ചോദ്യം തീർന്നിട്ടില്ല. എന്ത് ചോദ്യമായാലും അതൊക്കെ അതിന്റെ പുറത്തു പോയി. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു സംഭവം ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞു. കാരണം അത് ഞങ്ങൾ അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ. എന്താ അതിൽ പറയാനുള്ളത്? എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? നല്ല ചോദ്യമാണ്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അധ്യക്ഷ പ്രസംഗത്തിൽ. മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേരിൽ പലരും അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ. എല്ലാം തന്നെ. ഇനിയാണ് കേട്ടോ അതിന്റെ വിഷയങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അംഗീകരിക്കുന്നില്ല. ഖാദി മുഹമ്മദ് തങ്ങളുടെ മാലിന്യപ്പം അംഗീകരിക്കണില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇൽഹാമ് തള്ളിയതോടെ അതൊക്കെ പോയി. ആകാശത്തിന്റെ അധിപന്നുള്ള തള്ളിയതോടെ ഒരുപാട് വരികൾ പോയി. ഒരുപാട് വരി അർശിങ്കൽ ചെന്ന വരിയൊക്കെ പോയി. പിന്നെ പഴയ അവസ്ഥ നോക്കുമ്പോൾ പുതിയ മുഹ്യിദ്ദീൻ മാലേനെ വരെ ആദ്യ തള്ളിന്. ഇനിയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇതെന്താ സാധനം എന്നറിയോ? വല്ല ചങ്കിന് പിടിക്കാൻ പോവുക. മറുപടി നിങ്ങൾ പറഞ്ഞോളി. ഇതിനൊന്നും മറുപടി പറയാൻ പറ്റിയ ഒരാൺകുട്ടിയും ആ കൂട്ടത്തിലില്ല. വളരെ വ്യക്തമായ ആശയങ്ങൾ കണ്ടോ. ഹാദിഹി അൽ ഖസീദത്തുൽ ഖുതുബിയ്യ ലിശൈഖിൽ ഫാദിൽ അഹമ്മദ് കുട്ടി അൽ ഫാങ്ങി എന്ന് പറഞ്ഞാൽ ഫാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഗൗസുൽ ആലമിന്റെ പേരിൽ ഉണ്ടാക്കിയ ഖുതുബിയ്യത്ത്. ആ ഖുതുബിയ്യത്തിന്റെ വരിയിൽ ഇങ്ങനെ കാണാം, ഖുദ്ദാമുകും ഫഅഖത്ത അഖ്ദൻ വഅഫിയ മിൻ ഖാബിലിൽ അർവാഹി മിൻ അഹ്യായി. എന്താണ് ആ വരികളൊക്കെ? സംബീല അർവാഹിൻ ഫകുല്ലും മുൻഫതിൽ വൽതഹഖതിൽ അബ്ദാന വൽ മലകു ഖജിൽ. അതേ സംഭവം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദി. ആ സംഭവം അതാണ്. ഗൗസുൽ ആലമിന്റെ ഖാദിമിന്റെ റൂഹ് പിടിക്കണമെങ്കിൽ ആരെ സമ്മതം വേണം? ഗൗസുൽ ആലം തങ്ങളെ സമ്മതം വേണം. ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിന്റെ സമ്മതമല്ലാതെ പിടിച്ചുപോയി റൂഹ്. ഇടപെട്ടു, തിരിച്ചു കൊടുക്കണമെന്നായി.
അസ്രായിൽ അലൈഹിസ്സലാം അല്പം ചിന്തിച്ചപ്പോഴേക്ക് അടുത്ത നിയമം വന്നു, മടിയുണ്ടെങ്കിൽ ഇന്ന് പിടിച്ച എല്ലാ റൂഹും തിരിച്ചു കൊടുക്കണം. കൊടുക്കേണ്ടി വന്നു. സംഭവത്തിൻ്റെ ആകത്തും അതാണ്. ഹയാത്തായി അവരൊക്കെ ഈ സംഭവം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതി വെക്കുന്നു. കള്ളത്തൊരീക്കത്തുകാരനാണോ? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പടച്ച ആളാണോ? കഥ നിർമ്മിച്ചതാണോ? പാങ്ങിൽ പറഞ്ഞതിനെക്കുറിച്ച് എന്തുണ്ട് നിങ്ങൾക്ക് പറയാൻ? വ്യക്തമല്ലേ അത്? ഇത് പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അലവി സക്കാഫിയോട് ഒരാൾ ചോദിച്ചല്ലോ. അപ്പോൾ മുഖാമുഖൽ നിർത്തിവെച്ച അന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദ്യകർത്താ കൂട്ടിലങ്ങാടിയിലൊക്കെ നടത്തി കുടുങ്ങിയതാണല്ലോ. അന്ന് ഈ ചോദ്യം വന്നു, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ കുഫറിലായി എന്നാണല്ലോ ഇപ്പോൾ വലിയ പറയണത്. എവിടെ എത്തി കാര്യങ്ങൾ? കഴിഞ്ഞിട്ടില്ല, ഞാൻ വരുന്നുള്ളൂ. പാങ്ങിൽ മാത്രമൊന്നല്ല, റിസാലടക്കം കുഫറിലാണ്. എവിടെ നിങ്ങൾ ശരിക്ക് കാണിച്ചു തരാ കേട്ടോളി. അന്ന് അലവി സഖാഫിനോട് ചോദിക്കുന്ന രംഗം. ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ഖാദിമിൻ്റെ റൂഹിനെ അവിടുത്തെ അനുവാദം കൂടാതെ പിടിച്ചു. ആ കാരണത്താൽ അന്ന് പിടിച്ച മുഴുവൻ റൂഹിനെയും തട്ടിപ്പറിക്കുകയും അന്ന് വഫാത്തായവർ എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഈ സംഭവം പലപ്പോഴായിട്ടും വഹാബി വേദികളിൽ മുഴങ്ങി കേൾക്കാറുണ്ട്. ഇതിൻ്റെ ഒരു വിശദീകരണം ഉസ്താദിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ആ വിശദീകരണം അടുത്ത് അയാളെ മറുപടി കേൾക്കാം. ചോദ്യം കൃത്യമാണ്. മുഹയ്യദ്ദീൻ ശൈഖ് തങ്ങളുടെ ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നു, എന്താണ് അതിൻ്റെ വിധി എന്നാണ്. നിങ്ങൾ മുഖാമുഖം നിർത്തട്ടോ, ഇടയ്ക്ക് നടത്തണം. എന്നിട്ട് വേണമെന്നൊക്കെ തീരുമാനമാക്കാം നമുക്ക്. കുരുവട്ടൂരികൾക്ക് എന്തായാലും എത്ര ചോദ്യം? 3 ചോദ്യം, 5 ചോദ്യം. പിന്നെ നേരെ ചെന്നപ്പോൾ ഒറ്റ ചോദ്യം അനുവദിച്ചില്ല. അതാണ് അവസ്ഥ. ഞാൻ അതിൻ്റെ ഉത്തരം അലവി സഖാഫി പറയുന്നുണ്ട്. വേമക്ക് ഓതുന്ന ഖാളി മുഹമ്മദ്, കോഴിക്കോട് ഖാളി മുഹമ്മദ് എന്നവർ രചിച്ച നമ്മളൊക്കെ ചൊല്ലാറുള്ള മുഹയ്യദ്ദീൻ മാല, അല്ലാഹ് തിരിഫേറും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ എന്ന് തുടങ്ങി നമ്മൾ ചൊല്ലുന്ന മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല. അതാരൊക്കെയോ ഉണ്ടാക്കിയ ചില മാലകളിൽ അങ്ങനെ ഉണ്ടാവാം. അത് സുന്നികൾ ചൊല്ലുന്നതും നമ്മൾ ചൊല്ലിപ്പിക്കുന്നതുമായ മുഹയ്യദ്ദീൻ മാലയിൽ ഉള്ള സംഭവം അല്ല എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. കണ്ടോ മറുപടി ആയിട്ടോ? അപ്പോൾ ചോദ്യകർത്താവിൻ്റെ അടുത്ത ചോദ്യം എന്താ ചോദ്യം? പുതിയ മുഹയ്യദ്ദീൻ മാലക്കാടെക്കട്ടെ, സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് വരക്കൽ അന്നത്തെ സെക്രട്ടറിയാണ് ആര്? പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, സമസ്തയുടെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി. മൂപ്പര് എഴുതിയ ഖസീദത്തുൽ ഖുതുബിയ്യത്തിൽ ഇത് പറയുന്നുണ്ടല്ലോ. ആ ചോദ്യം, അതിൻ്റെ ഉത്തരം ഒന്ന് കേട്ടു നോക്കി. അതാ പറഞ്ഞത്, ചോദ്യം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു രക്ഷയും ഉണ്ടാവില്ല. അത് കേട്ടോ, അടുത്ത വെക്ക്. ഈ സംഭവം സമസ്തയുടെ മുൻകാല നേതാവ് പാങ്ങിൽ അഹമ്മദ് കുട്ടിയാർ മുസ്ലിയാർ രചിച്ച ഖുതുബിയത്തിന്റെ ബെയ്ത്തുകളിലുണ്ടല്ലോ. കുറച്ച് വിയർക്കും. ഖാളി മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ രചിച്ച നമ്മുടെ മുഹയ്യദ്ദീൻ മാലയിൽ അത് പറഞ്ഞിട്ടില്ല. മറ്റ് പല ചരിത്രകാരന്മാരും അല്ലെങ്കിൽ പല മാലകളിലും മുഹയ്യദ്ദീൻ മാല എന്ന പേരിൽ അറിയപ്പെടുന്ന പല മാലകളിലും അതുണ്ട്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അങ്ങനെ ഒരു മാലയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടും ഇല്ല. കാണാതെ അതേക്കുറിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും പാങ്ങിൽ ഉസ്താദ് രചിച്ച ഖുതുബിയത്തിലുണ്ട്. അതിൻ്റെ പകർപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്തുണ്ട്. ഇനി മൈക്കില്ല കേട്ടോ, കഴിഞ്ഞ് അതോടെ തീർന്ന്. മൈക്ക് വേറെ കൊടുക്കാൻ സ്റ്റേജിൽ നിന്ന് കൽപ്പന. അതാ വേറൊരു വഹാബിന്റെ അയാൾ ഇതുവരെ കണ്ടിട്ടില്ല എത്ര പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ ഖുതുബിയത്ത്.
ഇതിനെക്കാട്ടി നല്ലത് മുഷാവറ ആകണ കാട്ടി നല്ല മദ്രസയിൽ 2ാം ക്ലാസ് കുട്ടിയാവില്ലേ. പാങ്ങില്ല കാണാഞ്ഞിട്ടല്ലത്. നമ്മൾ എത്ര സ്ഥലത്ത് വായിക്കേണ്ടത്? എൻ്റെ അടുത്തുണ്ട് എന്നുള്ള ചോദ്യകർത്താവ് പറയുന്നത്. നമ്മൾ കൊണ്ടുവന്ന് പറയാൻ ധൈര്യമില്ല, ആളുണ്ട് എന്ന് ഉറപ്പാ. അപ്പോൾ പുതിയ മുഹയ്യദ്ദീൻ മാലക്കാട് നിൽക്കട്ടെ, ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ച മൗലിദിൽ മാലയിൽ അറബിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മിൻ ഖാബിലിൽ അർവാഹി മിൻ അഹ്യാഇ എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. കുടുങ്ങി. ഇനി പുതിയ മുഹയ്യദ്ദീൻ മാല എന്താ സംഭവം? അതും വേണ്ട നമ്മളൊന്ന് കാണാം. എടുക്ക്, റിസാല എടുക്ക്. ആ റിസാല അതതിൻ്റെ ചട്ടയാണ്. ഞാൻ പേജിലേക്ക് പഴയ റിസാലയാണ്. റിസാല ഇപ്പോൾ കോലത്തിലൊക്കെ ഉണ്ടായാലും നിങ്ങൾ പേടിക്കണ്ട. അതിൽ കണ്ട നിങ്ങൾ മാപ്പിളക്കവി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി മൂപ്പരെക്കുറിച്ചുള്ള വിശാലമായ ലേഖനാണ്. അതിൻ്റെ അതാ മതപണ്ഡിതരെ പോലെ ധാരാളം മാപ്പിള കവികളും പിറന്ന പ്രദേശമാണ് പൊന്നാനി. ഇവരിൽ പ്രമുഖ കവിയായിരുന്നു നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി സാഹിബ്. നിരവധി പേർഷ്യൻ കഥകളും അദ്ദേഹം അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. മാലപ്പാട്ടുകൾ ഇത്രയേറെ രചിച്ച മറ്റൊരു കവി ഉണ്ടാകില്ലെന്നാണ് കരുതുന്നത്. പുതിയ മുഹയ്യദ്ദീൻ മാല രചിച്ച ആളാണ് മാപ്പിള കവി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി എന്ന് പറയുന്ന ആള്. മൂപ്പരെക്കുറിച്ചുള്ള ലേഖനം റിസാലയിൽ അടുത്ത പേജ് മാർക്ക് അതിൽ കാണഞ്ഞ ബാക്കിയായി വലുതാക്കുക. മൂപ്പര് രചിച്ച മാലകൾ പരിചയപ്പെടുത്തുകയാണ്. ഈ തലക്കലെടുക്ക് ആണോ നഫീസത്ത് മാല. നഫീസത്തുൽ മിസ്രിയാർ റളിയല്ലാഹുവിന്റെ മഹത്വങ്ങളും കറാമത്തുകളും കോർത്തിണക്കി 120 വരികളിലായി നാലകത്ത് കുഞ്ഞുമൊയ്തീൻ കുട്ടി സാഹിബ് എഴുതിയതാണ് നമ്മൾ ചൊല്ലുന്ന നഫീസത്ത് മാല. അപ്പം ആരോ അണ്ണനും തമിഴനും ഉണ്ടാക്കിയല്ലത്. അത് പൊന്നാനിയിലെ വലിയ കവിയായിരുന്ന പണ്ഡിതനായിരുന്ന മൂപ്പർ എഴുതിയതാണ്. മൂപ്പർ എഴുതിയ തന്നെയാണ് നഫീസത്ത് മാലയും. ഞാൻ അതിൻ്റെ അപ്പുറത്ത് നഫീസത്ത് മാലേൻ്റെ നേരെ അപ്പുറത്ത് വേണ്ടി നിങ്ങൾ പുതിയ മുഹയ്യദ്ദീൻ മാല അതാണ്. അത് മറ്റേ തമിഴനും അണ്ണനും എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കണ്ട. ഇനി അവിടുന്ന് ഉണ്ടാക്കിയതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല. അവിടെയല്ലേ സദഖത്തുല്ലാഹിൽ കാഹിറുള്ളത്, അവരല്ലേ കുത്തുബിയത്ത് ഉണ്ടാക്കിയത്. അതിൽ കണ്ടില്ല നിങ്ങൾ ഓസുൽ ആലം മുഹയ്യദ്ദീൻ ഷേഖ് കറാമത്തുകൾ കോർത്തിണക്കി രചിച്ചതാണ് പുതിയ മുഹയ്യദ്ദീൻ മാല. ഖാദി മുഹമ്മദ് റളിയല്ലാഹുവിന്റെ മുഹയ്യദ്ദീൻ മാല ആദ്യം ഇറങ്ങിയത് കൊണ്ടാണ് ഈ കൃതിക്ക് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് നാമകരണം ചെയ്തത്. അതായത് ഖാദി മുഹമ്മദ് തങ്ങളെ മാല ആദ്യം വന്നു, പിന്നെയാണ് ഈ മാല വന്നത്. അതുകൊണ്ടാണ് പുതിയ മുഹയ്യദ്ദീൻ മാല എന്ന് വന്നത്. കേരളത്തിൽ അറബി മലയാളത്തിൽ ധാരാളം മുഹയ്യദ്ദീൻ മാലകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ 99 പേരുകളെ ഈ മാലയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് 99 പേര് ഇതിൽ സമർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങളെ അംഗീകരിച്ചാൽ തല ചുറ്റി ഇങ്ങനെ വീണ് നിങ്ങളെ വെന്റിലേറ്ററിലാക്കേണ്ടി വരും. അതാ നിങ്ങളെ അവസ്ഥ. എന്നിട്ടത് വിശദീകരിച്ച് പറയുന്നുണ്ട് വളരെ മനോഹരമായി. ഈ മാലയിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ കറാമത്ത് പറഞ്ഞിട്ടുണ്ട്. മാലയുടെ അവസാനം രചനയ്ക്ക് വേണ്ടി അവലംബിച്ച കിതാബുകളുടെ പേരും കവി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല, അതിൻ്റെ ആധാരമായ ഗ്രന്ഥങ്ങൾ വരെ പറയുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ അവസാനത്തിൽ പൊന്നാനിയിലെ പണ്ഡിതന്മാർ അതിന് കൊടുത്ത അംഗീകാരം പ്രത്യേകം പറയുന്നുണ്ട്. എന്താ അവസ്ഥ? എവിടെ നിങ്ങളെ സമസ്ത? മശായിഖിനായിട്ട് കളിച്ചാപ്പ് എങ്ങനെ ഉണ്ടായി? ഇത് തന്നുണ്ട്, നമ്മൾ രക്ഷപ്പെട്ടതാ. പുതിയ മുഹയ്യദ്ദീൻ മാല ഒറ്റ തട്ട. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്തായിപ്പോ? ഇപ്പൊ അതൊക്കെ പോട്ടെ, പുതിയ ബുക്ക് എടുക്കും. ഇനി ഈ സംഭവം മർക്കസ് എന്നതാ വരുന്ന എഴുത്ത് നിങ്ങള് വിടൂലട്ട. നിങ്ങള് ഇതിപ്പോ അടുത്ത് വന്നാണ്. ഇത് നമ്മളിതൊക്കെ പ്രസംഗിച്ചതിന്റെ ശേഷം വന്ന സാധന. അല്ലാഹു സാഹിർ ഫി മനാഖിബി ഖുതുബിൽ അഖ്താബ് അഷേഖ് അബ്ദുൽ ഖാദിർ ജിലാനി മുഹമ്മദ് അബ്ദുൽ മജീദ് മുഹമ്മദ് ബിനു നമ്മളെ ബാക്കവി കാമിൽ സഖാഫി മുടിക്കോട് മജീദ് ഉസ്താദ് എഴുതിയതാ. പിൻവലിച്ചതായി വാർത്തല്ല. നിങ്ങൾ കേട്ടിനി അറിയിച്ചു പോയിട്ടത് എപ്പോഴും പിൻവലിക്കാം, ഉറപ്പുണ്ടാവില്ല. എന്നാൽ അത് പ്രസിദ്ധീകരിക്കുന്നത് 2014 എന്ന് പറഞ്ഞാൽ നമ്മളിത് പ്രസംഗിച്ചതിന് ശേഷം പ്രസിദ്ധീകരിച്ചതാ. അങ്ങനെ പ്രസിദ്ധീകരിച്ചിട്ട് ഇയാള് അറാബിയത്തു വസ്സലാസൂൻ 34ാമത്തെ കറാമത്ത് തങ്ങളുടെ ഖാദിമ് മരിച്ച സംഭവമാണ്. എന്നിട്ട് ആ റൂഹ് തിരിച്ചു വാങ്ങിയ സംഭവം അതിങ്ങനെ വിശദീകരിച്ച് മുമ്പ് പറയാ. ഉൽത്തു ഞാൻ പറയട്ടെ, ഹാദൽ അംറു ഈ കാര്യം വ അംസാലുഹു ഇതുപോലത്തതും മുംകിനും അത് സാധ്യമായതാണ് മിനൽ അംബിയാഇ വൽ ഔലിയാ
അംബിയ ഉലിയാക്കളിൽ നിന്ന് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരുപാട് വരും. നീ കേട്ടോ, ലാ യുൻകിറുഹു, ഈ സംഭവത്തെ നിഷേധിക്കുകയില്ല. ഇല്ലാ മുതഹാവിനും ബിദ്ദീൻ, ദീനിനെ നിന്ദിക്കുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ദീനിന്റെ വിരോധികളല്ലാതെ ഈ സംഭവത്തെ നിഷേധിക്കുകയില്ല. മർക്കസിലെ പ്രധാന ഉസ്താദ് പുസ്തകം തന്നെ ഇറക്കുകയാണ്. അയാൾ നിങ്ങളെ കുത്താനായിട്ട് ജനിച്ചതാണ്. അയാളെന്നെ പുറത്താക്കിയാലോട് ഇത് കുത്തുഫുല്ലാലും എഴുതിയില്ലേ, അതേ ആൾ എഴുതിയതാ അത്. അപ്പൊ അലവി സഖാഫി ആരാ? മുതഹാബിനും ബിദ്ദീൻ, ദീനിനെ കൊണ്ട് പരിഹസിക്കുന്ന ആൾ. പേരോടോ എന്തായാലും അതിന്റെ ഹെഡും എങ്ങനെയുണ്ട്? ആരുമായിട്ട് അപ്പൊ വിട്ടു നിൽക്കണ്ടി? മാലമൗലു എന്നിട്ട് മുപ്പര അതിന്റെ തെളിവ് കൊണ്ടുവരിക. ഫഖദ് റവൽ ഇമാമുൽ ബുഖാരി ഫീ സ്വഹീഹി, ഇതിനോട് സമാനമായ സംഭവം ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താ ഉള്ളത്? മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ അസ്രായിലിനോട് കൽപ്പിച്ചു വാങ്ങിക്കൊടുത്തു എന്നല്ലേ? മലക്കിനേക്കാൾ അധികാരം അംബിയാ ഉലിയാലുണ്ട് എന്നുണ്ടോ ബുഖാരിയില്? എന്നിട്ട് മൂപ്പര് പറയാ, അബൂ ഹുറൈറ തങ്ങള് ഹബീബായ തങ്ങളിൽ നിന്ന് പറയുന്നുണ്ട്, ഉർസില മലക്കുൽ മൗത്തി ഇലാ മൂസ അലൈഹിമസ്സലാം, മൂസാ നബിന്റെ അടുത്തേക്ക് അസ്രായിൽ അലൈഹിസ്സലാം വന്നു. ബുഖാരിയിലെ സംഭവം. ബുഖാരിയിലെ സംഭവത്തിൽ ശരിയായതില്ല, ശരിയാവാത്ത ഉണ്ട് എന്ന് സുല്ലമി പറയാൻ കാരണം കൂടിയാണ് ഈ ഹദീസ്. ബുഖാരി ആൾ തള്ളിയല്ലോ, അതിന് കാരണമാണ് അത്ര ഈ ഹദീസ്. എന്തിനാ മൂസാ നബിന്റെ അടുത്ത് വന്നത്? അസ്രായിൽ അലൈഹിസ്സലാം വന്നത് എന്തിനാ? റൂഹ് പിടിക്കാനാ. ഫലമ്മാ ജാഅഹു സൊക്കഹു, മൂസാ നബിന്റെ അടുത്തേക്ക് വന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു മട്ടൊക്കെ ഉണ്ട്, ചോദിച്ച് സമ്മതം വാങ്ങിയിട്ടൊക്കെയാണ് പോകാൻ പറ്റുള്ളൂ. അത് അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. മൂസാ നബി എന്താ ഒരൊറ്റ അടി അങ്ങ് കൊടുത്തു എന്നാണ്. അപ്പൊ എന്തുണ്ടായി? കണ്ണ് വരെ പൊട്ടിപ്പോയി. അസ്രായിൽ അലൈഹിസ്സലാമിന്റെ കണ്ണ് പൊട്ടിപ്പോയി. ഫറജഅ ഇലാ റബ്ബിഹി, അസ്രായിൽ അലൈഹിസ്സലാം റബ്ബിലേക്ക് മടങ്ങിച്ചെന്നു. ഖാല അർസൽതനീ ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്, മരിക്കാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാരുടെ അടുത്തേക്ക് എന്തിനാ ഇന്നെ പറഞ്ഞേക്കണെന്ന് അള്ളാനോട് അസ്രായിൽ അലൈഹിസ്സലാം ചോദിക്കുകയാണ്. മരിക്കാൻ ഉദ്ദേശിക്കണില്ല അല്ലേ മൂപ്പര് ഇപ്പൊ, എന്നിട്ട് നീ എന്തിനാ എന്നെ പറഞ്ഞയച്ചെന്ന് അള്ളാനോട്. അള്ളാഹ് പറഞ്ഞു, പ്രശ്നമാക്കണ്ട, ഈ അവിടെ പോയി കച്ചറുണ്ടാക്കിയിട്ട് കാര്യമില്ല, അതാള് മൂസാ നബിയാണ്, അതുകൊണ്ട് കണ്ണ് ഞാൻ തൽക്കാലം തിരിച്ചു തരാം. അതാ ഫറദ്ദല്ലാഹു അലൈഹി ഐനഹു, കണ്ണ് തിരിച്ചു കൊടുത്തു എന്നാണ്. കണ്ണില്ലെങ്കിൽ ഇപ്പം അടുത്ത ഇത് നടക്കൂലല്ലോ. അതിനാ മൂസാ നബി പഠിപ്പിച്ചതാണ്, അങ്ങനെ വരാൻ പാടില്ല. കാരണം ഇനി അസ്രായിലിന് പോകാനുള്ള സ്ഥലം ഏതാ? മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലേ? പോണല്ലോ മൂപ്പരവിടെ. അതേപോലെ ഓസുല്ലാദം വരുന്നുണ്ട്, മടവൂര് ഷെയ്ഖ് വരുന്നുണ്ട്, അസ്ഹാബുൽ വക്തുകളായ മശായിഖുണ്ട്. ഓലടുത്തേക്ക് പോകുമ്പോൾ അടി മാത്രമാവില്ല, അതവില്ലാതെ എന്ന ആളെന്നെ ഇല്ലാതായി പോവും. അതുകൊണ്ട് ആദ്യം ഒരു അടിമ തീർത്തതാണ്. കണ്ണ് പൊട്ടിപ്പോയി എന്ന് ബുഖാരിയിൽ, അതിൻ്റെ അമാലൊന്നും ഇല്ലല്ലോ ഇപ്പത്. മജീദ് വരെ ചോദിക്കുക, ഇത് ബുഖാരി തന്നെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കണമെന്നുള്ള പ്രയാസം? മൂപ്പരതിൻ്റെ തെളിവുകൾ പിന്നെയും പിന്നെയും എടുത്തുദ്ധരിച്ച് എല്ലാ വിഷയങ്ങളും പറഞ്ഞിട്ട് പറയുന്നു, ഇതിനെ നിഷേധിക്കുന്നവൻ വഹാബിയാണ്, അതിലും തർക്കം വേണ്ട. കൃത്യമായി രേഖപ്പെടുത്തി മർക്കസിൽ നിന്ന് തന്നെ ഇറക്കുന്നു ബുക്ക്. റിസാലയിൽ അത് അംഗീകരിക്കുന്നു. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അംഗീകരിക്കുന്നു. ഞങ്ങള് പുതിയ മുഹിയുദ്ദീൻ മാലയും പഴയ മുഹിയുദ്ദീൻ മാലയും ഇനി വരാനുള്ള മുഹിയുദ്ദീൻ മാലയും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എതിർപ്പുണ്ടെങ്കിൽ വരാം, രണ്ട് മുജാഹിദീനും കൂടി വരാം. ഞങ്ങൾ ഖുർആനും സുന്നത്തും എടുത്ത് അതിലുള്ള സംഭവങ്ങൾ വിശദീകരിക്കുക. ഇപ്പം നിങ്ങൾ എവിടെയുള്ളത്? നമ്മളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഇതിലിപ്പോൾ എന്താ നിങ്ങൾക്ക് പ്രശ്നം? റൂഹ് തിരിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? അതൊരു കൂട്ടം റൂഹ് പിടിക്കുന്ന തിരിച്ചു കൊടുക്കുന്ന എന്താ ഇപ്പം നിങ്ങളെ പ്രശ്നം? എനിക്ക് മനസ്സിലായില്ല. അള്ളയാണ്, അതായിരിക്കും അള്ള ജീവിപ്പിക്കുന്നവൻ. ഓസുല്ലാദം ജീവിപ്പിക്കുക, അള്ള മാലിക്കുൽ മുൽക്ക്, വരും മാലിക്കുൽ മുൽക്ക്, അല്ലേ നിങ്ങളെ പ്രശ്നം? അതൊക്കെ പണ്ട് നിങ്ങൾ തന്നെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് അലവി സഖാഫി എന്ന് വന്നോട്ടെ, അപ്പൊ ആ വിഷയം തീർത്തിയാവും. കാണാം. അപ്പൊ മരണപ്പെട്ടവർക്ക് ജീവൻ നൽകുക എന്നതാണ് ഈ കറാമത്ത്. ഇത് അള്ളാഹുനല്ലേ, അള്ളാഹു അല്ലേ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് അല്ലേ? നമുക്ക് ഖുർആനും സുന്നത്തിനൊക്കെ നമുക്ക് ഈ ആശയം മുസ്ലിം ലോകം അംഗീകരിച്ച കാര്യമാണ്.
അപ്പൊ ഷെയ്ഖ് ജീലാനി മരിച്ചവരെ ജീവിപ്പിച്ചു, ഷെയ്ഖ് റിഫായി മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയുമ്പോ അത് അള്ളാഹുവിന്റെ കഴിവല്ലേ? അത് ഷെയ്ഖ് ജീലാനി അവകാശപ്പെടലല്ലേ? അതുകൊണ്ട് ദൈവമാക്കലായില്ലേ? ശിർക്ക് വന്നില്ലേ എന്നാ പല ആളുകളെയും പേടി. അതുകൊണ്ട് ശിർക്ക് വരൂല. കാരണം ഷെയ്ഖ് ജീലാനി ചെയ്തതൊക്കെ അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടാണ് ജീവൻ നൽകുന്നതും മരിച്ചവരെ ജീവിപ്പിക്കുന്നതും. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞ ആ കാര്യത്തെ, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന കാര്യത്തെ, സൃഷ്ടിയായ ഈസാ അലൈഹിസ്സലാമിന്റെ മുഅ്ജിസത്തായി ഖുർആൻ പറയുന്നു. അപകടങ്ങൾ ഇതാണ് ഇന്നിപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ വ്യത്യാസം വളരെ വ്യക്തം. ഔലിയാക്കളെ കറാമത്ത് പറയുമ്പോ അത് പെട്ടെന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമല്ലേ നോക്കിയിട്ട് പറയാൻ പറ്റൂല. ഈമാനുള്ളവനത് ഉൾക്കൊള്ളും. അതാ ഞാൻ പാടിത്തന്നത്. ഈ പാട്ടുകാരൊക്കെ വരുന്നതിന് മുമ്പ് മടവൂർ ശൈഖുനാന്റെ ഉന്നതമായ കറാമത്ത് ലോകത്ത് പ്രചരിപ്പിച്ച ആളാണ് വൈലത്തൂർ തങ്ങള്. കാനൽ മുരീദു യൂസുഫുൽ ബുഖാരി മിൻ അഹ്ലി ബൈത്തിൻ തിബ്ബു വൈലത്തൂരി യഖ്ദീമു മുദ്ദതൻ ബിലാ ഫൂതൂരി സിയം വലിയുല്ലാഹി കാന അലീമാ. വൈലത്തൂര് തങ്ങളവറുകൾ അഹ്ലുബൈത്തിൽപ്പെട്ട വൈലത്തൂര് തങ്ങള് ഒരുപാട് കാലം ശൈഖുനാന്റെ കൂടെ ഖിദ്മത്തിലാണ്. പിന്നെന്താ പറഞ്ഞോളൂ, വറവാമിനൽ ജായിബിൽ അജീബാ മാ യുദ്ഹിസുൽ ഉഖൂല ബിൽ ഗരീബാ. വൈലത്തൂർ തങ്ങൾ പാപ്പ ഒരു കിതാബ് തന്നെ രചിച്ചു. കറാമത്തുകൾ ഒഴുക്കുന്ന പോലെ മരിച്ചവരെ ജീവിപ്പിച്ച സംഭവം അതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആയിരക്കണക്കിന് സംഭവങ്ങൾ സാധാരണ ഒരു ബുദ്ധി കേട്ടാൽ ഉൾക്കൊള്ളൂല, തള്ളിക്കളയും. ഇതുപോലെയുള്ള സംഭവങ്ങൾ എത്രയാ പറഞ്ഞത്. മിനൽ ഖവാരിഖി മലഹു മിർ റീബ. അതുണ്ട് എന്നുള്ളതിൽ അഹ്ലുസുന്നക്ക് സംശയമില്ല. അങ്ങനെ എത്ര സംഭവങ്ങൾ പറഞ്ഞില്ലേ മഹാനവറുകൾ. ഈ പൊന്മുണ്ടത്ത് ബഹുമാനപ്പെട്ട മടവൂര് ശൈഖുന വന്നപ്പോ കൂടെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ സിയാറത്തിന് ചെന്നു. പൊന്നാനി വലിയ ചാരത്തിങ്കലെത്തി. അപ്പൊ ആളുകൾ പറയുന്നു, ഇവർ ഇന്നലെയും ഇവിടെ വന്നിരുന്നു. ആരോട്? വൈലത്തൂർ തങ്ങളോട് ആൾക്കാർ വലിയ ചാരത്തിങ്ങെന്ന് പറയാ. മടവൂർ ശൈഖുന കൂടെ ഉണ്ട്. ശൈഖുന ഇന്നലെയും ഇവിടെ വന്നിരുന്നു. വൈലത്തൂർ തങ്ങൾ പറഞ്ഞു, അത് ഞാൻ സമ്മതിക്കൂല, തുടക്കകാലാണല്ലോ. കാരണം ഞങ്ങൾ ഇന്നലെ ഇതേ സമയത്തുള്ളത് പൊന്മുണ്ടത്താണ്. പിന്നെ വലിയ ചാരത്തിങ്കൽ ഇവരുണ്ട് പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കുക? തർക്കം ബലിവിടണില്ല. ആള് വന്നിട്ടുണ്ടല്ലോ. അപ്പോഴാണ് കണ്ടോ ഇതിൽ കാണാം വൈലത്തൂർ തങ്ങൾ തന്നെ ആ കാര്യം പറയുന്നുണ്ട്. ലമ്മാ തകാസറത്തിൽ ഖുസൂമത്തു ബൈനഹും ഫീ അംരിഹി ഖദ് ഖാല മുൽതഫിതൻ ലഹും ലാ ഖുസൂമത ബൈനനാ വബൈനഹും സിയം വലിയുല്ലാഹി കാന അലീമാ. മഹാനായ ശൈഖുന ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, തർക്കിക്കണ്ട, ഞാൻ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. ശൈഖുന പറഞ്ഞ മറുപടിയാണത്. സഹോദരങ്ങളെ, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളാണ്. അധികാരികൾ ചെയ്യുമ്പോൾ അംഗീകരിക്കലാണ് നമ്മുടെ പവർ. ഇൻസാൻ കാമിലിന്റെ പവർ എന്താണെന്നറിയോ? മലക്കൂത്ത് വരെ വഴിപ്പെടുന്ന സ്ഥലമാണത്. അതേ മടവൂര് ശൈഖുനാക്ക് മുമ്പിൽ, അസ്ഹാബുൽ വക്തുകളായ മഹാന്മാർക്ക് മുമ്പിൽ അസ്രായീൽ അലൈഹിസ്സലാം വഴിപ്പെട്ടോളണം. ജിബ്രീൽ അലൈഹിസ്സലാം വരണം. മീകായിൽ അലൈഹിസ്സലാം വഴിപ്പെടണം. അതാ സദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങൾ മഴ വേണമെന്ന് പറഞ്ഞപ്പോൾ മഴ വർഷിപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ എന്ത് സുന്നിയപ്പ പഠിപ്പിക്കണേ?